നാഗേന്ദ്രൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് സുരേട്ടൻ ചിരിച്ചിട്ട് എനിക്ക് സുരേട്ടൻ പെട്ടെന്ന് റിയാക്ട് ചെയ്യും. തമാശയാണെങ്കിൽ ഭയങ്കര സീരിയസ്, അതായത് ഭയങ്കര എൻജോയ് ചെയ്യുന്ന ഒരാളാണ് നമ്മൾ ഹ്യൂമർ ചെയ്യുമ്പോൾ. അപ്പൊ സ്പോട്ടിൽ തന്നെ നമുക്ക് അതിന്റെ റിയാക്ഷൻ കിട്ടും. അത് നല്ല കാര്യമാണ്. പക്ഷെ ഞങ്ങൾ മറ്റേ ആ ബെഡ്റൂം സീനിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഹഗ് ചെയ്തിട്ട് സുരാജേട്ടൻ എന്റെ മൂക്കൊണ്ട് സുരാജേട്ടൻ നെഞ്ചിലിങ്ങനെ ഉരയ്ക്കുന്നതായിരുന്നു. സുരാജേട്ടൻ ചിരി വന്നിട്ട് അത് ആക്ച്വലി 3-4 ടേക്ക് പോയി. സുരാജേട്ടൻ ഭയങ്കരമായിട്ട് ചിരിക്കുന്ന ഒരാളാണ്. സുരാജിന്റെ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഈ പടത്തിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ വലിയ റിസ്ക് ഉള്ള പ്രോജക്റ്റ് അല്ലാത്തതുകൊണ്ടിട്ട് തന്നെ എനിക്ക് റിസ്ക് ആണ്, ശമ്പളം പോലും ഇല്ലാന്ന്. വിജയുടെ ഒക്കെ പടത്തിന്റെ ഇനിഷ്യലൊക്കെ ഇല്ലേ ഇപ്പൊ ഭയങ്കരമായിട്ട് ഇത്ര ഓപ്പണിംഗ് എന്നൊക്കെ പറഞ്ഞ് വരൂല്ലേ, അതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അപ്പൊ അങ്ങനെയാണ് ടൈറ്റൻ ക്യാരക്ടർ വിജയിനെ തന്നെ കൊണ്ടുവന്നത്. ആരോ ഒരു സൂപ്പർ സ്റ്റാർ ചോദിച്ചെന്ന് ഞാൻ കേട്ടു. പൃഥ്വി, യു ലുക്ക് ലൈക്ക് പൃഥ്വി. അമരൻ ഷൂട്ട് ചെയ്യുന്ന ലിസ്റ്റിന് ഇനി ഒരു 19 വർഷത്തേക്ക് തിരിഞ്ഞു നോക്കണ്ട. ഇതാണ് ജ്യോതിഷം കാരണമുണ്ട്. അത് വേറെ ഒന്നുമല്ല, ഇദ്ദേഹം ഒരു ഫിലിം സ്കൂൾ നടത്തുകയാണ്. എഡിറ്റിംഗ് തൊട്ട് തിരക്കഥ തൊട്ട് അതെ എല്ലാം പഠിപ്പിച്ചിട്ട് അവരെ കൊണ്ട് തന്നെ ഒരു സംഭവം നീ ചെയ്യടാ എന്ന് പറയാം. അത് ചെയ്തതിൽ ബെസ്റ്റ് അതൊന്ന് തിരഞ്ഞെടുത്താൽ മാത്രം മതി. എന്നിട്ട് ഓക്കെ വാ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം. അതും കൂടെ ഉണ്ട് പിള്ളേർക്ക്. അവിടെ വരുന്നവർക്ക് ഇദ്ദേഹം തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ. കുറച്ച് ജ്യോതിഷമൊക്കെ പഠിച്ച ആറ്റുകാൽ രാധാകൃഷ്ണന്റെ അടുത്തായിരുന്നു വീട്. എന്നിട്ട് ഞാൻ അതിൽ കുറച്ചൊക്കെ വിശ്വസിക്കുന്നു. ഹലോ, ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ചോദിച്ചു പോകാം. ഇന്ന് നമ്മൾ ചോദിച്ചു പോകുന്നത് എക്സ്ട്രാ ഡീസന്റ് ആയിട്ടുള്ള കുറച്ച് പേരുടെ അടുക്കെ നമ്മളിവിടെ ഇരിക്കുകയാണ്. യെസ്, ED, ലെസ്റ്റൻ സ്റ്റീഫൻ ഫിലിം ED is going to release very soon. ഈ സുരാജും ഉണ്ട്, വിലാസിനി സിനിമാസ്. അതെടുത്ത് പറയണം. അത് പറഞ്ഞേ പറ്റുള്ളൂ സുരേട്ടാ. അമ്മ വഴക്കുറായി. ഇപ്പോഴേ നമ്മുടെ ടൈറ്റിലിന് മീനിങ് ഇല്ലാണ്ടാക്കി എക്സ്ട്രാ ഡീസന്റ് എന്നുള്ള. ഇടയിൽ കയറി സംസാരിച്ച് ടൈറ്റിലിന്റെ സാധനം തെറ്റിച്ചോണ്ടിരിക്കുകയാണ്. സുരേട്ടാ തുടങ്ങിയപ്പോഴേ ഗോൾ അടിച്ച് തുടങ്ങി. അതെ, കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിക്കണ്ടേ. അതെ. അപ്പൊ ഈ എക്സ്ട്രാ ഡീസന്റ് ഈ ഫെസ്റ്റിവൽ സീസണിൽ തന്നെ അല്ലെ, ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട്. ആൻഡ് ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ആൾക്കാർ സിനിമ ഏറ്റെടുത്തു എന്ന് തീർച്ചയായിട്ടും പറയാം. അതിൽ ട്രെയിലറിൽ തന്നെ ആ ഒരു സ്പൈക്ക് നമ്മൾ ഏറ്റവും ആദ്യം കൊടുക്കുന്നത് ട്രെയിലറിലായിരിക്കും. അപ്പൊ ട്രെയിലറിൽ തന്നെ ആൾക്കാർ അത് ക്യാച്ച് ചെയ്തെടുത്തു. സോ വെൽക്കം സുരേട്ട, ഗ്രേസ് ആൻഡ് ശ്യാം, വെൽക്കം. എന്താണ് വിശേഷങ്ങൾ, പറയൂ. ഇതിൽ ആരാണ് ഏറ്റവും കൂടുതൽ എക്സ്ട്രാ ഡീസന്റ്, അല്ലെങ്കിൽ എന്താണ് ഈ മൂവി? എനിക്ക് തോന്നുന്നു ആൾക്കാർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പരിപാടി. എല്ലാരും എക്സ്ട്രാ ഡീസന്റ് ആണ്. എല്ലാവരും ഡീസന്റ് ആവാൻ വേണ്ടിയിട്ടാണല്ലോ വീട്ടിൽ നിന്ന് തന്നെ പുറത്തിറങ്ങുന്നത്. ഇന്ന് നമ്മൾ ഡീസന്റ് ആവണം. വീട്ടിനകത്തല്ലേ പ്രശ്നങ്ങളെല്ലാം, അത് വേറെ ആർക്കും അറിയാനും പറ്റില്ല. ഈ കഥാപാത്രങ്ങൾ എല്ലാവരും എക്സ്ട്രാ ഡീസന്റ് തന്നെയാണ്. ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നടക്കുന്ന കഥയാണ്, കുടുംബ കഥയാണ്. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കഥയും കഥാപാത്രവുമാണ്. ചില ആൾക്കാരുടെയൊക്കെ എന്റെ കഥാപാത്രം അല്ലെങ്കിൽ ഗ്രേസ് ചെയ്ത കഥാപാത്രമൊക്കെ എല്ലാ വീടുകളിലും ഉണ്ട്. ചിലർക്ക് ഇതൊരു അയ്യോ ഇങ്ങനെയൊക്കെയോ എന്ന് സംഭവം അങ്ങനെയൊക്കെ ചിന്തിക്കും. ഇല്ലെങ്കിൽ ഇതിന്റെ ചെറുതും വലുതുമായിട്ട് എല്ലാ കുടുംബത്തിലും ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളുണ്ട്. നല്ല ഫൺ മൂഡിലാണ് ഈ സിനിമ പോകുന്നത്. പിന്നെ ഞാൻ ആദ്യമായിട്ട് പ്രൊഡക്ഷൻ രംഗത്തേക്ക് ഒരു കാൽവയ്പ് നടത്തിയ ചിത്രമാണ്. എൻ്റെ അമ്മയുടെ പേരിലാണ് വിലാസിനി സിനിമാസ്. ഒരുപാട് ചിത്രങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളെല്ലാവരും അതുകൊണ്ട് തന്നെ എന്ന് വെച്ച ഗ്ലാസ് ഒക്കെ വെച്ച് അല്ല, സാധാരണ മറ്റേ ഇന്റർവ്യൂവിന്റെ സമയത്ത് ഇന്റർവ്യൂവിന് സുരേട്ടൻ വരുന്നു ഇരിക്കുന്നു പറയുന്നു. ഇന്ന് ഇന്റർവ്യൂവിന്റെ തൊട്ട് മുമ്പ് ഒരു 2 മിനിറ്റ് മുമ്പ് എടാ ഇത് സത്യം പറഞ്ഞ ഇതൊരു അടിപൊളി സിനിമയായിരിക്കും, നമ്മൾ കാണാൻ ഒരു 5 മിനിറ്റ് ഒരു ഇൻട്രോ അത് കേട്ടു എന്ന് പറഞ്ഞ് നമുക്കിരിക്കാം. ശരിയാണോ? അല്ല, നമ്മുടെ ഒരു സന്തോഷമല്ലേ ഇരുന്ന് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ചിത്രം. പിന്നെ എന്താ, എനിക്ക് കോമഡി ചെയ്യുന്നതാണ് ഏറ്റവും ഇഷ്ടം. പക്ഷെ ഇപ്പൊ റെഗുലറായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതെല്ലാം സീരിയസ് കഥാപാത്രങ്ങളാണ്. അപ്പൊ ഇരുന്നിരുന്ന് കിട്ടിയ ഒരു ഒരു ഫൺ അവസരമാണിത്. ഭയങ്കര സന്തോഷം, അതിന്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട്. ഇതില് സുധീരേട്ടന്റെ ആ ഒരു കോമഡി പരിപാടി, ഇപ്പം ഇതിനകത്ത് ഒരു സുധീരേട്ടന്റെ ട്രെയിലറിൽ ഒരു ഇതുണ്ടല്ലോ, അവൻ പഴയ പോലെ ആയി കഴിഞ്ഞാൽ
നിങ്ങളാരും ഫ്രെയിമിൽ കാണില്ല. ആ സാധനം ശരിക്കും ആൾക്കാർക്ക് അത് കണ്ടപ്പോൾ, ആ ഡയലോഗ് കണ്ടപ്പോൾ ഒന്ന് മറ്റേ സുരേട്ടന്റെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് കോമഡി ഒരു സംഭവം. അത് ഇതും തമ്മിൽ റിലേഷൻ ക്രിസ്ത്യൻ? ഇല്ല, അങ്ങനെയല്ല. ഈ സിനിമയിൽ സുരാജേട്ടന്റെ ക്യാരക്ടർ സീരിയസ് ആയിട്ട് തന്നെ ആയിട്ടാണ്. അതൊരു കോമഡി നമുക്കാണ് ഫീൽ ചെയ്യുന്നത്, പെർഫോമൻസിലാണ്. അതെ, സിറ്റുവേഷൻസിൽ നമുക്ക് തോന്നിപ്പോവാണ്. നമ്മള് പ്രേക്ഷകർ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഹ്യൂമറായിട്ട്, അതുപോലെ തന്നെ സുധീറേട്ടനായിക്കോട്ടെ, എല്ലാം നല്ല, ഇപ്പോൾ എക്സ്ട്രാ ഡീസന്റ് എന്ന് പറയുന്ന പോലെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഇവരെല്ലാം പെർഫോം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. നമ്മളിപ്പോൾ സിനിമകൾ ഇപ്പം ഇവൻ സംഭവിക്കുന്നതാണ്, അല്ല സംഭവിപ്പിക്കുന്നതല്ല. ചില സിനിമകൾ നമ്മൾ സംഭവിപ്പിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡയറക്ടർ, ഈ കഥ, ആ ആർട്ടിസ്റ്റ്, അതൊക്കെ ചിലപ്പോൾ സംഭവിപ്പിക്കും. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയുടെ റിസൾട്ട് അൾട്ടിമേറ്റ്ലി എന്തും ആയിക്കോട്ടെ, ഇവരുടെ ഒരു പെർഫോമൻസ്, ഇതിൻ്റെ അകത്ത് ഒരുപാട് ആർട്ടിസ്റ്റുകളൊന്നും ഇല്ല. ഈ ഉള്ള ആർട്ടിസ്റ്റിന്റെ ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഗംഭീരമാണ്. ആസ് എ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ നമ്മൾ വളരെ വലിയ ഹാപ്പിയാണ്. വളരെ കുറച്ച് സിനിമകൾക്ക് മാത്രമാണ് നമുക്ക് ബിഫോർ റിലീസ് ഒരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു കോൺഫിഡൻറ്റ് കിട്ടുന്നത്. അതിൽ കോൺഫിഡൻസ് കിട്ടിയ ഒരു സിനിമയാണ്, പൂർണ്ണമായിട്ട് കോൺഫിഡൻസ് കിട്ടിയ ഒരു സിനിമയാണ് ED എന്ന് പറയുന്ന ഈ കൊച്ചു ചിത്രം. അപ്പൊ ഗ്രേസ് ഒക്കെ ഇങ്ങനെ കൊച്ചെന്ന് പറയല്ലേ, എനിക്ക് എന്റെ കുഞ്ഞ് വലുത് തന്നെ. അല്ല, ആ ഡയലോഗ് പറഞ്ഞപ്പോ തന്നെ ഇവര് മൂന്നുപേരും മറ്റേ ഉദയനാണ് നേരത്തിലെ സെലിംകുമാർ ഏട്ടനായി. പറയൂ, ആണല്ലേ ശ്യാമേ, പറയൂ എന്താണ് ഇതിൽ? അല്ല, അത് എന്താ പറയാ, പ്രേമലു കഴിഞ്ഞിട്ട് ശ്യാമിന് ഭയങ്കര എളിമയാണ്. ഞാൻ ഭയങ്കര ശ്യാമിന് പണ്ട് മുതലേ, അല്ല, പാലക്കാട് ചെന്നിട്ട് അവിടത്തെ ഫാൻസ് ശ്യാമിന്റെ ഫാൻസിന്റെ ഒരു ഓളമായിരുന്നു. അതെ 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 അതെ, ഇടവഴിക്കൂടെ ഒക്കെ ഓടിക്കുന്നു, മയില് വരെയിട്ട് ഓടിക്കുമായിരുന്നു. അല്ല, അതില് വേറെ സംഭവം പറഞ്ഞു. അതില് ആരാണ് ചോദിച്ചത്, ആരോ ഒരു സൂപ്പർ സ്റ്റാർ ചോദിച്ചെന്ന് ഞാൻ കേട്ടു. പൃഥ്വിരാജ് പോലെ അമരൻ ഷൂട്ട് ചെയ്യുന്ന അമരൻ ഷൂട്ടിന് തമാശക്ക് പറഞ്ഞാണ്. അതില് മമ്മൂട്ടി എന്ന് വിളിക്കുന്ന പുള്ളിയാണ് ലൊക്കേഷനിൽ തന്നെ പൃഥ്വിരാജ് എന്ന് വിളിച്ചോണ്ടിരുന്നത്. ഞാൻ കാര്യമായിട്ട് എടുത്തു. അതെങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഇതാണോ അതാണോ? അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് പിന്നെ എനിക്കൊരു ശരിക്കും പറഞ്ഞ ഒരു ആക്ടിംഗ് വർക്ക്ഷോപ്പ് എന്ന് പറയുന്ന പോലത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം സുരാജേട്ടന്റെ കൂടെ കുറെ നല്ല മൂമെന്റ്സ് ഉണ്ട് ഗ്രേസിന്റെ കൂടെ ഒക്കെ. അപ്പം സുരാജേട്ടൻ ചെയ്യുന്നൊക്കെ കാണാനൊരു നമുക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. എങ്ങനെയാണ് പ്രോസസ് ചെയ്യുന്നത് നമുക്കറിയില്ലോ. ആ സമയത്തായിരിക്കും ഭയങ്കരമായിട്ട് പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് ഓരോ സാധനങ്ങൾ ചെയ്യുന്നത്. അപ്പൊ നമ്മളെ തിരിച്ച് ചെയ്തില്ലെങ്കിൽ നമുക്ക് ചിരി വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ ആ ഒരു മൂഡിൽ നിന്നിട്ടായിരിക്കുമല്ലോ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ആ കാര്യത്തിൽ ഭയങ്കരമായിട്ട് കുറച്ച് കഷ്ടപ്പെട്ടായിരുന്നു. പുള്ളി പെർഫോം ചെയ്യുമ്പോൾ ഈക്വലി ചിരിക്കാണ്ട് നിൽക്കുക എന്നുള്ളൊരു, അതെ അതെ, നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ട്. അതേപോലെ തന്നെ ഇതും അങ്ങനെ തന്നെയാണ്. പെട്ടെന്നായിരിക്കും എന്തെങ്കിലും കുഞ്ഞു അൺപ്രെഡിക്റ്റബിൾ ആണ്. അതെ അതെ, അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അല്ല, അങ്ങനെ കയ്യിൽ നിന്ന് പോയ സീൻസ് ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ടോ സുരേട്ടൻ തന്നെ? ഇല്ലാന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെ മാക്സിമം ചിരിക്കാണ്ടിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് വാർണിംഗ് ഒക്കെ കൊടുക്കും ഞാൻ. കാരണം എനിക്ക് നുണക്കുഴിയല്ല, സോറി, നാഗേന്ദ്രൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് സുരേട്ടൻ ചിരിച്ചിട്ട് എനിക്ക് സുരേട്ടൻ പെട്ടെന്ന് റിയാക്ട് ചെയ്യും. തമാശയാണെങ്കിൽ ഭയങ്കര സീരിയസ്, അതായത് ഭയങ്കര എൻജോയ് ചെയ്യുന്ന ഒരാളാ നമ്മൾ ഹ്യൂമർ ചെയ്യുമ്പോൾ. അപ്പൊ സ്പോട്ടിൽ തന്നെ നമുക്ക് അതിന്റെ റിയാക്ഷൻ കിട്ടും. അത് നല്ല കാര്യമാണ്. പക്ഷെ ഞങ്ങൾ മറ്റേ ആ ബെഡ്റൂം സീനിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു. പുള്ളി പോയിട്ട് ഞാൻ കരയുന്ന ഒരു സീക്വൻസ്. അത് ആക്ച്വലി ഞാൻ ഇങ്ങനെ ഹഗ് ചെയ്തിട്ട് സുരാജേട്ടൻ്റെ എന്റെ മൂക്കൊണ്ട് സുരാജേട്ടൻ ഇങ്ങനെ നെഞ്ചിലിങ്ങനെ ഉരയ്ക്കുന്നതായിരുന്നു. സുരാജേട്ടൻ്റെ ചിരി വന്നിട്ട് അത് ആക്ച്വലി 3-4 ടേക്ക് പോയി. സുരാജേട്ടൻ ഭയങ്കരമായിട്ട് ചിരിക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ശ്യാമിനോട് പറഞ്ഞിരുന്നു, എന്തെങ്കിലും ഹ്യൂമർ വരുമ്പോ ഒന്ന് വിചാരിച്ച് സുരാജേട്ടൻ പെട്ടെന്ന് റിയാക്ട് ചെയ്യും. എന്റെ കുറച്ച് സാധനങ്ങൾക്ക് സുരാജേട്ടൻ ചിരിച്ചായിരുന്നു. അങ്ങനെ കട്ട് വിളിച്ചപ്പോ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. സീന് കട്ടായെങ്കിലും ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ പുള്ളിയുടെ ചില കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ നമ്മളിപ്പോ സ്കൂൾ കാലഘട്ടം തൊട്ട് കാണുന്ന എക്സ്പ്രഷൻസ് ഉണ്ട്. അതൊക്കെ പെട്ടെന്ന് വരുമ്പോഴേ നമുക്ക് അറിയേണ്ട ചിരി വരും. അതിലൊരു കാറിനകത്തൊരു സീൻ ഞാൻ പറയുന്നില്ല, പെട്ടെന്ന് റിയാക്ഷൻ പുള്ളി കിട്ടും. ഭയങ്കരമായിട്ട് ചിരി വന്നു എനിക്ക്. പക്ഷെ ഞാനത് കൺട്രോൾ ചെയ്തിട്ട് പിന്നെ അങ്ങ് വണ്ടി ഓടിച്ച് ഈ സുരേട്ടന് വേറൊരു സംഭവം ഞാൻ ഓർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, സുരേട്ടൻ എനിക്ക് വെഞ്ഞാറമ്മൂടാന്ന് തോന്നുന്നു. അവിടെ ചന്തയിലോ നാട്ടിലെ ഉള്ളൊരു വ്യക്തി, പുള്ളി അത്യാവശ്യം മദ്യപിക്കുന്ന ഒരു വ്യക്തി. പുള്ളിയുടെ ചില കഥകള്, പുള്ളിയുടെ ചില മാനറിസങ്ങള്, അപ്പം ഈ പുള്ളി സുരാജേട്ടൻ ഇടയ്ക്ക് കാണുന്ന ഒരു വ്യക്തി ആണെന്ന് തോന്നുന്നു. പക്ഷെ പുള്ളി എനിക്ക് സുരാജേട്ടൻ ഏതോ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഇരിക്കുന്ന സമയത്ത് പുള്ളി മരിച്ചുപോയി. പക്ഷെ അവിടുന്ന് പുള്ളിനെ കാണാൻ വേണ്ടി സുരാജേട്ടൻ അവിടെ പോയി. ആ പോയ സമയത്ത് ആൾക്കാരെല്ലാം സുരാജേട്ടനെ കാണാൻ വന്നിരിക്കുന്നു,
ആ ഒരു ആ പുള്ളിയുടെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല, ഇത് ശരിയായ ഒരു കാര്യമാണോ? അതെ പോയിരുന്നു ആ നമ്മുടെ മമ്മൂക്കായും അതുപോലെ പൃഥ്വിയും കൂടെ അഭിനയിച്ചുകൊണ്ടിരുന്ന ലൊക്കേഷൻ നമ്മുടെ നാട്ടിലുള്ള ആള് തന്നെ. ആ ഡെയിലി കാണുന്ന ആളായിരുന്നു. അന്ന് ഞാൻ പുള്ളിയെ ഒരുപാട് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് ഒരുപാട് ഗുണകരമായിട്ടുമുണ്ട്. അപ്പോൾ അദ്ദേഹം പോയ വിയോഗത്തിൽ ഞാൻ ചെന്ന് പങ്കെടുത്തു എന്നുള്ളത് കറക്റ്റാണ്. എവിടെയെങ്കിലും ഇപ്പൊ നമ്മൾ ചിലപ്പോൾ കുട്ടിക്കാലത്ത് കാണുന്ന ചില ആൾക്കാരുടെ മാനറിസം ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ ആക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ വരും എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു എപ്പോഴെങ്കിലും ഇൻസ്പയർഡ് ആയിട്ടുണ്ടോ അതിൽ നിന്ന്? ആ ഒരു നമ്മള് പിന്നെ നമ്മള് ചുറ്റുവട്ടം എല്ലാം ഇങ്ങനെ നോക്കിയല്ലേ നടക്കുന്നത്. എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങളെല്ലാം കുറെ നേരമൊക്കെ ഒബ്സർവ് ചെയ്യാൻ നോക്കി നിൽക്കുക എന്നുള്ളത് ഇപ്പോഴല്ല പണ്ടേ ഉണ്ട്. അതിന് ഇഷ്ടംപോലെ തല്ലും കിട്ടിയിട്ടുണ്ട്. കാര്യം വെച്ചാൽ വീട്ടിൽ കൃത്യസമയത്ത് പാലം കൊടുത്ത് നീ അത് കൊണ്ട് കൊടുത്തിട്ട് വേഗം വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് പറയുന്ന ടൈമിനൊന്നും ഞാൻ എത്തൂല. അവിടെ എന്തെങ്കിലുമൊക്കെ നടക്കണമെങ്കിൽ അതും കണ്ടോണ്ടിരിക്കും. അങ്ങനെ ഇഷ്ടം പോലെ തല്ലും കിട്ടിയിട്ടുണ്ട്. പക്ഷെ പിന്നീട് അത് ഇങ്ങനെയൊക്കെ ഉപകാരമാകും ഇല്ലെങ്കിൽ ഉപയോഗപ്പെടും എന്നുള്ളതൊന്നും അന്ന് വിചാരിച്ചില്ല. പ്രത്യേകിച്ച് മിമിക്രി ഒക്കെ ചെയ്യുമ്പോൾ ഒബ്സർവേഷൻ ഭയങ്കര ആവശ്യമാണ്, ഇമ്പോർട്ടന്റ് ആണല്ലേ. നമ്മളല്ലാത്ത ക്യാരക്ടേഴ്സ് അല്ല പുതിയ പുതിയ ക്യാരക്ടറുകളെ ഇവര് ഫോം ചെയ്ത് എടുക്കുകയാണല്ലോ. അപ്പൊ എന്താന്ന് വെച്ചാൽ ഒബ്സർവേഷൻ ഭയങ്കരമായിട്ട് അങ്ങനെ ഒരു ആവശ്യം വരുള്ളൂ. അത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം. അതെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഒബ്സർവേഷൻ ഉള്ള ഒരു വ്യക്തിയാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന് ഞാൻ പറയും. എനിക്ക് തോന്നുന്നൊരു കാര്യമാണ്. വൺ ഓഫ് ദ കൂളസ്റ്റ് പ്രൊഡ്യൂസർ, അല്ലെങ്കിൽ ചില്ലായിട്ടുള്ള, അല്ലെങ്കിൽ തഗ്ഗുകൾ പറയുന്ന എന്തുണ്ടെങ്കിലും അതിന് സ്പോട്ടായിട്ട് ഓൺ ദ സ്പോട്ട് സംഭവമാണ്. അപ്പൊ നമ്മൾ ചിലപ്പം അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് ചിലപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് നമ്മൾ തിങ്ക് ചെയ്യും, അല്ലെങ്കിൽ എന്തായിരിക്കും വരുന്നത്. കാരണം കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കും. ശരിയാണോ ഗൈസ്? തിങ്ക് ചെയ്യാൻ സമയം ഉണ്ടാവില്ല, അതിനുമ്പേ വരും. ലിസ്റ്റിനെ ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടിട്ടുള്ളതാണ്. പുള്ളിക്ക് വെറുതെ നിൽക്കില്ല. പുള്ളി എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. അന്നൊക്കെ എനിക്ക് തോന്നുന്നു ആൾക്കാരെയൊക്കെ കാണാനും വിളിക്കാനും. പുള്ളിയുടെ ബ്രദർ ഒരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. അപ്പൊ അവിടെ ഒരു ഫംഗ്ഷൻ ഞാൻ ചെന്നപ്പോ ആ റബ്ബറിന്റെ ഇടവഴിയെല്ലാം ഓടി സുരാജേട്ടാ കൂടെ വരാനും കൊണ്ടാക്കാനും ഭയങ്കര ഇഷ്ടം. നമുക്ക് തോന്നുന്നു ഇയാള് ആക്ടിങ്ങിലാണോ, ഇയാൾ എന്തായാലും സിനിമയിൽ വരും എന്നുള്ളത് ഞാൻ ഉറപ്പിച്ചു. 100% ഉറപ്പ്. അത് ഇങ്ങനെ നമ്പർ 1 പ്രൊഡ്യൂസറായിട്ട് മാറും എന്നൊന്നും വിചാരിച്ചില്ല. അദ്ദേഹമായിട്ട് സിനിമ ചെയ്യാൻ പറ്റുമെന്നൊന്നും വിചാരിച്ചതല്ല. എന്തായാലും അതെല്ലാം സാധിച്ചു. 1-2 സിനിമകൾ നമ്മൾ അതിന് മുമ്പും ചെയ്ത സിനിമകളെല്ലാം ഹിറ്റായിരുന്നു. അതെ, ഞങ്ങൾക്ക് ഗുണമേ അത് സംഭവിച്ചിട്ടുള്ളൂ. അതെ. ലാസ്റ്റ് ഇനിയിപ്പോ സുരാജിന്റെ ഒരു ആഗ്രഹം എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ ഈ പടത്തിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് അതൊക്കെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ വലിയ റിസ്ക് ഉള്ള പ്രോജക്റ്റ് അല്ലാത്തതുകൊണ്ടിട്ട് തന്നെ അല്ലാത്തതുകൊണ്ടിട്ട് തന്നെ പുള്ളി പറഞ്ഞു ഇവിടെ വിജയുടെ ഒക്കെ പടത്തിന്റെ ഇനിഷ്യലൊക്കെ ഇല്ലേ ഇപ്പൊ ഭയങ്കരമായിട്ട് ഇത്ര ഓപ്പണിംഗ് എന്നൊക്കെ പറഞ്ഞ് വരൂല്ലേ, അതൊക്കെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അപ്പൊ അങ്ങനെയാണ് ടൈറ്റിൽ ക്യാരക്ടർ വിജയിനെ തന്നെ ചെയ്യേണ്ടി വരും, അത്ര ഇനിഷ്യൽ കിട്ടണമെങ്കിൽ. എന്നെ കളിയാക്കിയില്ലേ, എഴുതി വെച്ചോ. അല്ല സംഭവിക്കും. നമ്മുടെ ആഗ്രഹമല്ലേ നമ്മുടെ ഒരു പടം വരുമ്പോ എല്ലാ തിയേറ്റർ ഹൗസ്ഫുൾ ആയിട്ട് വരണം. അത് സംഭവിക്കും. ഒരു കുറച്ച് സമയം കൂടെ എനിക്ക് തരൂ, പണിയെടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു സുരാജേട്ടനെ ഈ ചെറിയ ക്യാരക്ടർ അവസാന ആർട്ടിസ്റ്റ് ചെയ്ത ഒരു ക്രേസ് ആണല്ലോ. അപ്പൊ എല്ലാരും അങ്ങനെ സുരാജേട്ടനെ പോലെ കാണുന്നില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു സുരാജേട്ടൻ ഇപ്പൊ ഈ പടത്തിൽ ഹീറോ ആയിട്ട് അഭിനയിക്കുന്നു, വേറൊരു പടത്തിൽ വേറൊരു ക്യാരക്ടർ റോള് നല്ലൊരു ക്യാരക്ടറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യുന്നു. അങ്ങനെ മാറി മാറി ചെയ്യുമ്പോൾ ഒരു സ്റ്റാർഡം മാത്രമായിട്ട് അങ്ങനെ ഉദ്ദേശിക്കുന്ന ഒരാള് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് ടഫ് ഉണ്ടല്ലോ, അറിയാലോ, പറഞ്ഞു മനസ്സിലായി. ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അല്ലാതെ നമ്മളിപ്പോ ഒരു സിനിമ ഫോക്കസ് ചെയ്തിട്ട് ഓക്കെ ഞാൻ ഹീറോ ഓറിയന്റഡ് മാത്രമുള്ള സിനിമയുള്ളൂ, സബ്ജക്റ്റേ ഉള്ളൂ, കേൾക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് ആ രീതിയിൽ വേണ്ടിയിട്ട് പോകാനായിട്ട് ഇവൻ പറ്റുള്ളൂ. അതുകൊണ്ടിട്ട് ഇപ്പൊ നമ്മളിപ്പോ ഒരു വിജയുടെ അടുത്ത് അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ള സ്റ്റാറുകളെല്ലാം, അല്ലെങ്കിൽ ഇപ്പോ ആസിഫ് ആയിക്കോട്ടെ, ഏത് കാറ്റഗറിയിലുള്ള ആർട്ടിസ്റ്റ് ആണെങ്കിലും നോക്കിക്കോട്ടെ, അവര് ആ ഹീറോ ഫോക്കസ്ഡ് ആയിട്ടുള്ള സിനിമകൾ മാത്രം ചെയ്യുമ്പോഴാണ് അപ്പൊ ആ ഒരു വർഷത്തിൽ ഒരു 4 സിനിമ 5 സിനിമ അങ്ങനെ ചെയ്തു കഴിഞ്ഞാലാണ് നമുക്ക് ആ ഹീറോയിസം ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും സുരാജേട്ടൻ അങ്ങനെയല്ലോ. ഇപ്പൊ നാളെ എബ്രിഷൈൻ വേറെ വന്നിട്ട് ഒരു 4 സീനുള്ള ഒരു കഥ പറയാന്ന് വെച്ചു, അല്ലെങ്കിൽ രതീഷ് ബാലകൃഷ്ണ പൊതുവാള് വന്ന് പറയുകയാണെങ്കിൽ പുള്ളിക്ക് നോ പറയൂല. പുള്ളി അതിന്റെ അത് പോയി ചെയ്യും. ഫ്രണ്ട്ഷിപ്പിന്റെ ഇപ്പൊ ഇത് കൊണ്ടെത്തിക്കുന്നത് എന്തിനാന്നറിയാം, രതീഷ് പൊതുവാളിന്റെ പടം നടക്കുകയാണ് ഇപ്പോ. ചാക്കോച്ചനാണ് അതിലൊരു 8 ദിവസമുള്ള ഒരു കഥാപാത്രം ഉണ്ട്. ഇതെങ്ങനെയെങ്കിലും ഡ്രൈവ് ചെയ്ത് അതിൽ കൊണ്ട് അല്ലല്ല ഞാൻ പറഞ്ഞത് സുരാജേട്ടൻ കൗശലക്കാരൻ തന്നെ. അല്ലല്ല ഞാൻ പറഞ്ഞത് സുരാജേട്ടൻ അങ്ങനെ ഒന്നും നോക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞത്. മീൻസ്
ഇപ്പൊ ആ ഒരു ക്യാരക്ടർ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ എത്ര സിനിമ ചെയ്യും വർഷത്തിൽ? ഓക്കെ, ഒരു 4 സിനിമ, 5 സിനിമകൾ ഈവൻ ചെയ്യാം. രാജേട്ടൻ എന്താണെന്ന് വെച്ചാൽ കുറെ സിനിമകൾ ചെയ്യുന്നത് ആ ഒരു ബന്ധത്തിന്റെ പുറത്ത്, ആ ക്യാരക്ടർ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഒപ്പം ട്രാവൽ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അല്ലെങ്കിൽ അതിനെല്ലാം നോ പറഞ്ഞാൽ മതി. ഇപ്പൊ നമ്മളിപ്പോ എത്ര ഒരു ആർട്ടിസ്റ്റിനോട് വേറെ റീസൺ പറഞ്ഞു നോ പറയാലോ. ഇപ്പൊ വന്നിട്ട് ശ്യാം പറഞ്ഞ പോലെ തന്നെ ഞാൻ തെലുങ്ക് സിനിമയിലാന്നൊക്കെ പറഞ്ഞു വേണേൽ നമുക്ക് ഒഴിവാകാലോ. അപ്പം അല്ല, ഞാൻ പറഞ്ഞു കേട്ടോ, ഏത് സൈഡിൽ നിന്നാണ് predict ചെയ്യാൻ പറ്റില്ല. അത് ചിലപ്പം അത് ഈ ലിസ്റ്റിൽ എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും, പക്ഷെ അത് വേറെ രീതിയിലായിരിക്കും അത് വരുന്നത്, അല്ലേ? അതെ, തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ വരാം. ഇപ്പൊ ഗ്രേസി സിനിമയിൽ വന്നു. അല്ലല്ല, അങ്ങനെയല്ല കേട്ടോ, ഞാൻ പറഞ്ഞ ഗ്രേസി സിനിമയിൽ ഇപ്പം വന്നു. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗ്രേസിന്റെ ഒരു അഭിനയം എന്ന് പറയുന്നത്, ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടപ്പെടാത്ത ക്യാഷ് അവള് ചോദിച്ചതാണ്. അല്ല, അത് മാത്രം, അതുകൊണ്ട് കുറച്ച് ഡിലേ ചെയ്തു. നമ്മള് ഈ അടുത്ത നമ്മുടെ സിനിമയിലൊക്കെ 1-2 സിനിമകളിലെല്ലാം ഗ്രേസ് ആണ് നമ്മുടെ ഫസ്റ്റ് ചോയ്സ്, സെക്കൻഡ് ചോയ്സ് ഒക്കെ ഗ്രേസ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് കുറച്ച് ഇതാക്കിയാലും കുഴപ്പമില്ല. നമ്മള് പല നമ്പറുകൾ അടിച്ചു നോക്കി, പക്ഷെ ഗ്രേസ് ഒന്നും കുലുങ്ങൂല്ല. സുരാജേട്ടൻ കുലിക്കായിരുന്നു. അപ്പൊ ഗ്രേസ് പറയുന്നത് എന്താ, ഗ്രേസ് പറയുന്നത് ലിഷൻ ചേട്ടൻ തന്നെ പറയുന്നത് ഞാൻ നല്ല പെർഫോമറാണ്, ഞാൻ ഭയങ്കര ഫാനാണ്, അപ്പൊ പിന്നെ പൈസ തന്നാൽ എന്താ കുഴപ്പമെന്നാ ചോദിക്കുന്നത്. അത് എല്ലാം കൂടെ പറയുന്നത് എങ്ങനെയാ? ഞാനൊന്ന് ഓക്കെ ഒന്ന് സന്തോഷമായിക്കോട്ടെ എന്നോർത്താണ് പറയുന്നത്. അപ്പം അതവിടെ മുതലെടുക്കാനായിട്ട് നിൽക്കുന്ന വേറൊരു ക്യാരക്ടറായിട്ട് പിടിച്ചു ഇതിനെന്താണ് മറുപടി ആയിട്ട് ഇതിനൊരു മറുപടി ഇല്ല. അടുത്ത പടത്തിൽ കാണിച്ചു കൊടുക്കും. അടുത്ത് തുടങ്ങാൻ പോവാ. എന്തായാലും കുഴപ്പമില്ലാതെ ഒരു കുഴപ്പമില്ല. അല്ലെ, ഇത് സുരാജേട്ടനും കൂടെ റെസ്പോൺസിബിൾ ആണല്ലോ, അല്ലാതെ ഇറങ്ങില്ലല്ലോ. അല്ല, അതാ ഞാൻ പറഞ്ഞോ, ഈ സിനിമയിൽ കുറച്ച് ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ, അവരുടെ പെർഫോമൻസ് ഭയങ്കര ഭീകരമാണ്. അതാണ് ഈ സിനിമയുടെ പ്രത്യേകത. കഥയും കഥാപാത്രങ്ങളും ഭയങ്കര രസമാണ്, എല്ലാം സിറ്റുവേഷൻ റിലേറ്റഡ് ആണ്. നമുക്ക് അതുകൊണ്ടാണ് ഈ ഇതിന്റെ പ്രൊമോഷന് ഇപ്പോൾ ഈ ഇതൊക്കെ ട്രെയിലറൊക്കെ കൂടുതൽ നമുക്ക് ഇടാൻ പറ്റാത്തത്. സിറ്റുവേഷൻ ഹ്യൂമർ ആയതുകൊണ്ട് നമുക്ക് എടുത്തിടാം. അപ്പൊ വെർബൽ ഹ്യൂമർ ഒക്കെ ആണ് കൂടുതൽ ഇടാൻ പറ്റത്തില്ല, പക്ഷെ അത് വളരെ കറക്റ്റ് ആയിട്ട് ട്രെയിലർ ചിന്തിച്ച് തന്നെയാണ്. ഞാൻ ആക്ച്വലി ട്രെയിലറിൽ ശരിക്കും ഞാൻ ഹാപ്പി അല്ല. ഞാൻ എന്താന്ന് പറയുക, ഹാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രെയിലർ ഇടാനായിട്ട് ഭയങ്കര പാടാണ്. അമീറിന്റെ ഡയറക്ടറുടെ നിർബന്ധം കൊണ്ടിട്ടാണ് ഇത് ചെയ്യിച്ചത്. കാരണം അതൊരു കുഴപ്പമില്ലാതെ അത് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇതിൻ്റെ അകത്ത് ഈ സിനിമയിൽ ട്രെയിലർ കട്ട് ചെയ്യാനായിട്ട് കുറച്ച് ടഫാണ്. കാരണം ഇതിന് 2-3 ടീസർ വേണമെങ്കിൽ ഇപ്പൊ ഇവന് വിടാം. ട്രെയിലർ കട്ട് ചെയ്യുന്നത് കുറച്ച് ടഫായിട്ട് ഇവന് ഇരിക്കും. കാരണം എല്ലാം ഒരു ഇന്റർ കണക്റ്റഡ് ആയിട്ടാണ്. ഇട്ടാൽ ആ സീൻ മുഴുവനായിട്ട് ഇടേണ്ടതായിട്ട് വരും. അതിന്റെ ഇടയിൽ വെച്ച് കട്ട് ചെയ്യുന്നത് അത് ഡയറക്ടർ കോളാണ്. പിന്നെ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ഇത് എങ്ങനെ ഇതിനകത്ത് കണ്ടുപിടിക്കാമെന്ന് ആലോചിച്ചാണ് ആൾക്കാർ ഇരിക്കുന്നത്. അപ്പൊ അത് എങ്ങനെ ഇട്ട് കൊടുക്കുന്നു, അതും ഒരു പ്രയാസം തന്നെയാണ്. തീർച്ചയായിട്ടും അത് ബ്രില്യന്റ് ആയിട്ട് ആമിർ എക്സിക്യൂട്ട് സംഭവം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ആക്ട്രസുകൾ അല്ലെങ്കിൽ നമ്മൾ ഇന്റർവ്യൂ എടുക്കുമ്പോൾ പറയുന്ന പലരും പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അങ്ങനെ അധികം കിട്ടിയിട്ടില്ല, എൻ്റെ ഒരു സാധനം പലതും കിട്ടിയിട്ടെന്ന് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ശരിയാണെന്ന് പറഞ്ഞാൽ ഗ്രേസിന് കിട്ടിയ ക്യാരക്ടേഴ്സ് അല്ലെ ഇപ്പൊ കിട്ടുന്നതും കിട്ടിക്കൊണ്ടിരിക്കുന്ന ക്യാരക്ടേഴ്സും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള പെർഫോം ചെയ്യാനുള്ള ക്യാരക്ടേഴ്സ് ഗ്രേസിന് കിട്ടുന്നു എന്ന് പറയുന്നതിൽ ശരിയാണോ? ശരിയാ, കറക്റ്റ് ആയിട്ടുള്ള. പിന്നെ നമ്മള് ഗ്രേസിന്റെ ചില പെർഫോമൻസ് ഒക്കെ കാണുമ്പോൾ കൽപ്പന ചേച്ചി, പിന്നെ എന്താ നമ്മുടെ ഉർവശി ചേച്ചി, അങ്ങനെ കുറേ പേരെയൊക്കെ നമുക്ക് വീണ്ടും തിരിച്ചു വന്നല്ലോ എന്നുള്ള ഒരു തരത്തിലൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് പല സീനുകളിൽ. എനിക്ക് ഈ കനകം കാമിനി കലകം എന്ന് പറയുന്ന അത് OTT-ലായിരുന്നല്ലോ ചെയ്തത്. എനിക്ക് അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമയാണ്. അതായത് പെർഫോമൻസിൽ ഞാൻ പറഞ്ഞ ഈ അവിടെയൊക്കെയാണ്, അതായത് ഒരു ഹോട്ടലിലാണ് മെയിൻ ആയിട്ട് അതിന്റെ ലൊക്കേഷൻ. അതെ, അപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഫേസ് റിയാക്ഷൻസ് ആക്ഷൻസിലൂടെയാണ് ഈ പോകുന്നത്. അപ്പൊ അതാണ് പ്രേക്ഷകരെ കൂടുതൽ ഒരു ഇംപ്രഷൻ ഈവൻ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ അവരുടെ ഒരു, ഇപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞില്ല, ഫസ്റ്റ് ചോയ്സ് സെക്കൻഡ് ചോയ്സ് നമുക്ക് ഗ്രേസിലേക്ക് വരുന്ന, ഗ്രേസിന് കൊടുത്താൽ ആ റോള് സേഫ് ആണെന്ന് നമുക്ക് തോന്നുന്നു, ഭദ്രമാണെന്ന് തോന്നുന്നു. അതാണല്ലോ ഒരു ആർട്ടിസ്റ്റിന്റെ. സീരിയസ് ആയിട്ട് ഫസ്റ്റ് മറ്റേ ഈ പടം കുമ്പളങ്ങി കണ്ട ആളല്ല രതീഷ് പൊതുവാളിന്റെ പടത്തിൽ വന്നപ്പോൾ ഭയങ്കരമായിട്ട് ഞാൻ അന്ന് തൊട്ട് ആഗ്രഹിച്ചിരുന്നതാണ് ഗ്രേസുമായിട്ട് ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാൻ അവസരം കിട്ടണേന്ന് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ ഭാഗ്യവശാൽ കിട്ടിയതായിരുന്നു നമ്മുടെ നാഗേന്ദ്രൻ. ഞാൻ നന്നായിട്ട് ആസ്വദിച്ചു. അപ്പൊ തന്നെ ഇദ്ദേഹത്തിനോടും പറഞ്ഞു നമുക്ക് ED-യിൽ ഫിക്സ്. അങ്ങനെ ED-യിൽ അഭിനയിച്ചു. ഇനിയും ഒരുപാട് അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ട് കൂടെ. അതുപോലെ തന്നെ നമ്മുടെ ശ്യാമിനെ വളരെ നേരത്തെ തന്നെ എനിക്കറിയാം, നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആളാണ്.
കുടുംബക്കാരനാണ് എന്ന് വേണമെങ്കിൽ പറയാം. പുള്ളി കണ്ടന്റ് ക്രിയേറ്റർ ആയിരുന്നു, എഴുത്തും പരിപാടിയൊക്കെയാണ്, സീരീസ് പൊന്മുട്ട. പക്ഷേ പുള്ളിയുടെ ഒരു ഷോർട്ട് ഫിലിം ഞാൻ കണ്ടു. അതിനുശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈശ്വര, ഇയാൾക്കൊരു റൗണ്ട് ഉണ്ടല്ലോ മലയാള സിനിമയിൽ. അങ്ങനെ എൻ്റെ പല സിനിമകളിലും ഞാൻ കുഞ്ഞു കുഞ്ഞു സംഭവമായിരിക്കും അന്നൊക്കെ എല്ലാത്തിലും വിളിച്ചിട്ടുമുണ്ട്. പക്ഷേ ഞാൻ പ്രതീക്ഷയൊക്കെ കടന്ന് ഇവ ഇങ്ങനെയൊക്കെ പോകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. വേറെ ലെവലാക്കി. അതിൽ ഭയങ്കര സന്തോഷം. ശ്യാമാണെങ്കിൽ പോലും ഇംപ്രവൈസേഷൻ എന്നുള്ള രീതി, ഇപ്പൊ പ്രേമലൂരിലാണെങ്കിലും കുറെ ഇംപ്രവൈസേഷൻസ് നമ്മൾ സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പം ഇതിലേക്ക് വന്നപ്പം ഇംപ്രവൈസേഷന്റെ ഒരു കിങ് എന്ന് പറയാവുന്നുള്ള ഒരു വ്യക്തിയാണ് സുരാജ് ഏട്ടൻ. അപ്പം ഇതില് ഇപ്പം ശാന്തനെ പറഞ്ഞിട്ടുണ്ട്, സുരാജ് ഏട്ടൻ എന്ന് പറയുന്ന വ്യക്തി ചില മാനറിസം അല്ലെ അഡീഷണൽ ആയിട്ടുള്ള ഡയലോഗ്സ്, അതായത് ആപ്റ്റ് ആവുന്ന അതിന് മാച്ച് ആവുന്ന ഡയലോഗ്സ് പറഞ്ഞു തന്നിട്ട് പറയാറുണ്ട് എന്നുള്ള സംഭവം. അപ്പൊ ഈ മൂവിയിൽ അതെങ്ങനെയായിരുന്നു ഇംപ്രവൈസേഷൻ? അത് എനിക്ക് പറഞ്ഞ പോലെ ലേണിംഗ് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ സുരാജ് ഏട്ടൻ പറഞ്ഞ പോലെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾക്ക് പോലും സുരാജ് ഏട്ടൻ, ഞാൻ പ്രേമല് ഇറങ്ങുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ നാഗേത്തൻ ഹണിമൂണിൽ ഞാനും ഉണ്ട്, ഒരു സീനിലുണ്ട്, മറ്റേ ചേത്താമേനോനെ പിടിച്ചിട്ടുണ്ട്. ആ സുരാജ് ഏട്ടൻ പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത്. അവർക്ക് തന്നെ അറിയാം, ആ സമയത്ത് അറിയില്ല, ആർക്കും അറിയില്ല. സുരാജ് ഏട്ടനെ ഡയറക്റ്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ചെറിയ പരിപാടി ഉണ്ട്, ഒന്ന് ചെയ്യുമെന്ന് ചോദിച്ചു. പിന്നെന്താ ചേട്ടാ ഒരു പടം ഉണ്ടായിരുന്നല്ലോ. ആ ചേട്ടൻ വേറൊരു പടത്തിന് ഗിറാണോ? ഗിറല്ല, വേറൊരു പടം, ഞാൻ പോലീസ്. അത് ഹെവൻ. ഹെവനിൽ ഒരു കുഞ്ഞു സീൻ ശരിക്കും അപ്പ ഇംപ്രവൈസ് ചെയ്താണ്. ശ്യാമ ഇങ്ങനെയാണെങ്കിലോ എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് അതും ഗംഭീരമായിട്ട് പുള്ളി കൈകാര്യം ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഞാൻ സുരാജ് ഏട്ടന്റെ മിമിക്രി കണ്ടാണ് ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മിമിക്രി ചെയ്യാൻ തുടങ്ങി. ഞാൻ മിമിക്രി ചെയ്യുമായിരുന്നു കുറച്ചാണ്. അപ്പം കൈരളിയിൽ ഭയങ്കര സ്റ്റാറായിട്ട് സുരാജ് ഏട്ടൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ കൈരളിയിൽ സുരാജ് ഏട്ടൻ ഭയങ്കര സ്റ്റാറായിരുന്നു. അപ്പൊ ഞങ്ങളൊക്കെ ആ സമയത്ത് സുരാജ് ഏട്ടന്റെ ഡയലോഗ്സ്, ഞാൻ തിരുവനന്തപുരം എന്റെ സ്ഥലം, സുരാജ് ഏട്ടന്റെ ഡയലോഗ്സ് പറഞ്ഞാണ് ഞങ്ങൾ സ്കൂളിലൊക്കെ ഫുൾ ടൈം നടക്കുന്നത്. അത് വെച്ച് ഞാൻ കുറെ കഞ്ഞി അല്ല, കോളേജ് സമയത്ത് എനിക്കൊരു വരുമാനമായിരുന്നു. ഞാനൊരു പല്ലവി ഓർക്കസ്ട്ര എന്ന് പറഞ്ഞിട്ട് ഒരു ഗാനമേള ട്രൂപ്പിൽ ഗ്യാപ്പ് കളിക്കാൻ പോകുമായിരുന്നു, വൺ മാൻ ഷോ. മോസ്റ്റ്ലി സുരാജ് ഏട്ടന്റെ ഐറ്റംസ് എടുത്തിട്ട് എന്റെ രീതിയിൽ പ്രസന്റ് ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ കൂടെ ആദ്യം കുഞ്ഞു കുഞ്ഞു റോൾ ചെയ്യുന്ന ഇപ്പൊ ഈ പോസ്റ്ററിൽ സുരാജ് ഏട്ടന്റെ സൈഡിൽ ഞാൻ നിൽക്കുന്നുണ്ട്. അപ്പൊ സുരാജ് ഏട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത ആദ്യത്തെ പടത്തിൽ ഞാൻ അഭിനയിക്കുന്നുണ്ട്. എന്നെ കാസ്റ്റ് ചെയ്തു. ആമിർ പറഞ്ഞു, സുരാജ് ഏട്ടനോട് പറഞ്ഞു ശ്യാമാണെന്ന് പറഞ്ഞപ്പോൾ സുരാജ് ഏട്ടൻ ഓക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അത് തന്നെ വലിയൊരു കാര്യമല്ലേ, നമ്മൾ ആ ഒരു ഇതിലെത്തി നിൽക്കുന്നു എന്നുള്ളത്. അങ്ങനെ തന്നെ കിടിലമാവട്ടെ. താങ്ക് യു. അല്ലേ അതുപോലെ തന്നെ ഈ ചില മൂവികൾ എൻഡ് ആവുമ്പോൾ ഇതിന്റെ സെക്കൻഡ് പാർട്ട് വരുന്നു അല്ലെങ്കിൽ വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളൊരു ക്ലൂ സ്പൈക്ക് ആൾക്കാരെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ വെയിറ്റ് ചെയ്യും. അങ്ങനെ ഒരു സംഭവം ഈ ഒരു സാഹചര്യത്തിൽ സെക്കൻഡ് പാർട്ട് ഒന്നും മിണ്ടരുത്. സെക്കൻഡ് പാർട്ടിനൊക്കെ വാരിയിട്ട് ജനഗണമന സംഭവം അത് ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. എനിക്ക് കുറെ പേര് ചോദിച്ചിട്ടുണ്ടാവും. ഈ ചോദിക്കുന്ന ആൾക്കാരുടെ അടുക്കയും അല്ലെങ്കിൽ സിനിമയിൽ തന്നെയുള്ള ആൾക്കാർ ചോദിക്കാറുണ്ടായിരിക്കുമല്ലോ. അപ്പൊ എന്തായിരിക്കും അതിന്? കാരണം നിങ്ങളുടെ ഒരു കോംബോയും കൂടാണ് അത്. പടം ഇസ് ലൈക്ക് ടോപ്പ് നോച്ച് ഹിറ്റ് മൂവിയും കൂടാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സെക്കൻഡ് പാർട്ട് എടുക്കും കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഒരു ഹിറ്റായ മൂവിയുടെ സെക്കൻഡ് പാർട്ടാണ് ഏറ്റവും കൂടുതൽ റിസ്ക്കും തീർച്ചയായിട്ടും. അപ്പൊ അത്ര റിസ്ക് ഉള്ളതുകൊണ്ടിട്ടാണ് ആ സിനിമ താമസിക്കുന്നത്. അതായത് ഇപ്പൊ സുരാജേട്ടൻ പറഞ്ഞ പോലെ സെക്കൻഡ് പാർട്ട് നീ പറയരുതേ എന്ന് പറയത്തില്ലേ. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് പാർട്ട് വെച്ചാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പൊ അതൊരു വലിയ റിസ്ക് ആണ്. അപ്പം അത്രയും കോൺഫിഡൻസ് ആ റൈറ്റർക്ക്, ഡയറക്ടർക്ക് അല്ലെ ആ പ്രൊഡ്യൂസർ കൂടെ വരുവാണെങ്കിലാണ്, പ്രൊഡ്യൂസറെ പിന്നെ വേറെ ആണെങ്കിലും വെക്കാന്ന് വിചാരിച്ചു. പക്ഷെ ആ റൈറ്റർ ഡയറക്ടർക്ക് അത്രയും കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ആ പ്രോജക്റ്റ് ഓൺ ആക്കുന്നതായിട്ട് വരുന്നുള്ളൂ. അല്ലെങ്കിൽ വലിയ ഇപ്പം അവർക്ക് തന്നെ അതൊരു വലിയ റിസ്ക് ആയിട്ട് മാറുള്ളൂ. ശരിയാണ്. ഈ ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ പല കാറ്റഗറീസ് ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് ഫെമിലിയർ അല്ലാത്ത പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ വളരെയധികം ഫെമിലിയർ ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് സംസാരിക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതും അല്ലെങ്കിൽ ആ ഒരു സെലിബ് ലെവല് ക്യാരി ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പൊ ലിസ്റ്റിനെ പറ്റി നോക്കുമ്പോൾ ആൾക്കാർക്ക് ഫെമിലിയർ ആണ്, അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അറിയാം. അപ്പൊ പ്രൊഡ്യൂസേഴ്സിനെ കുറച്ച് ഇതുപോലെ നമ്മുടെ പ്രൊമോഷന്റെ കൂടെ ഇടിച്ചു കയറുന്നത് അതിന്റെ പ്രത്യേക കഴിവാണല്ലേ. അല്ലെങ്കിൽ ആ ലൊക്കേഷനിൽ പോലും പോവാതെ പുള്ളി രാവിലെ തന്നെ ഇവിടെ വന്ന് നിൽക്കുകയാണ്. 7 മണിക്ക് എത്തിയതാ പ്രൊമോഷന് ഇന്ന് രാവിലെ. കാരണം ഇത് നമ്മുടെ ആവശ്യമാണ്. കാരണം ഇത് ആളുകളെ അറിയിക്കുക, മാക്സിമം ഇൻസിൽ കൊണ്ടുവരിക, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. ശരിയാ. അപ്പൊ അങ്ങനെ ഒരു ഫെമിലിയർ പ്രൊഡ്യൂസേഴ്സിനുള്ള റിസ്ക് ഫാക്ടർ ഫെമിലിയർ അല്ലാത്ത പ്രൊഡ്യൂസേഴ്സിനെക്കാളും കൂടുതലാണെന്ന് പറഞ്ഞാൽ ശരിയാണോ?
ഇല്ല തീർച്ചയായിട്ടും അത് അതിനെ എങ്ങനെയാ അതിനെ കാണേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ സുരാജേട്ടൻ ഇപ്പൊ അഭിനയിക്കുന്നു, അല്ലെങ്കിൽ ശ്യാം അഭിനയിക്കുന്നു, ഗ്രേസ് അഭിനയിക്കുന്നു, ഇവരൊക്കെ പല സിനിമകളും ഭയങ്കര ചിലപ്പോൾ ഇഷ്ടത്തോടെ ആയിരിക്കും. ഈ സിനിമ ഭയങ്കര വർക്കാവും കേട്ടോ, അല്ല ആ ക്യാരക്ടർ ഭയങ്കരമാണ്, പക്ഷെ അത് ഒന്നും ആവാതെ ചിലപ്പോൾ ആ സിനിമ പോകും. മനസ്സിലാവും. ചിലപ്പോൾ ഒട്ടും പ്രതീക്ഷ കൊടുക്കാത്ത ഒരു സിനിമ കാണും, അത് കയറി ഭയങ്കര ഹിറ്റാവും, കൊളുത്തും. മനസ്സിലായോ? അപ്പോൾ ഞാൻ പറഞ്ഞ അങ്ങനെയാണ്. ഇപ്പം നമ്മളിപ്പം ഈ എല്ലാ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടിട്ടാ പറഞ്ഞു. അപ്പം ചില സാധനങ്ങൾ നമ്മൾ പറയുന്ന, അപ്പം എൻ്റെ ഒരു ഇന്റർവ്യൂ ഞാനിപ്പോൾ ഇവരോട് നിൽക്കുന്നത് എനിക്ക് ഭയങ്കര മൈലേജ് കിട്ടി പേഴ്സണലി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കോൺഫിഡൻസിൽ ഞാൻ അടുത്ത 5 ഇന്റർവ്യൂ കൂടെ കയറി ഇരുന്നേക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിനെ ഒന്ന് ഒഴിവാക്കി പറഞ്ഞു മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഇപ്പൊ ഈവൻ തോന്നാം. അപ്പൊ എന്ന് പറഞ്ഞതുപോലെയുള്ളത് ചില സംഭവങ്ങൾ വർക്കായി. പിന്നെ നമ്മൾ കുറച്ചും കൂടെ നമ്മുടെ ഒരു സംസാരിക്കുന്നതോ മറ്റു കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ സ്വീകരിക്കാറുണ്ട്, ഒരു എന്റർടൈൻ ചെയ്യാറുണ്ട്. നമ്മൾ വലിയ സീരീസിലൊന്നും സംസാരിക്കാറില്ല. ഇപ്പം ഒരു 5 പേര് നമ്മളിപ്പോ ഒരു വളരെ കോമിക് ആയിട്ടാണ് സംസാരിച്ചു പോകുന്നത്, ഹാപ്പി ആയിട്ടാണ് സംസാരിച്ചു പോകുന്നത്. അതിൽ അതിന്റെ ഒരു രീതിയിൽ പോവാറുണ്ട്. അപ്പൊ അതുകൊണ്ടിട്ട് തന്നെ അത് പലപ്പോഴും ഗുണം ചെയ്യാറുണ്ട്. അതും നല്ലതാണല്ലോ, ചില സമയത്ത് നമ്മളെ അറിയുക എന്ന് പറയുന്നത് നല്ലതാണ്. തീർച്ചയായിട്ടും പോസിറ്റീവ്സ് ആണ് കൂടുതലും. പക്ഷെ ഇങ്ങനെയുള്ള നമ്മളെ കൂടുതലായിട്ട് ആൾക്കാരെ കോൺടാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ റോൾസ് ചോദിക്കുന്നു, ഇപ്പൊ പ്രൊഡ്യൂസറുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ സെറ്റാണ് എന്നുള്ളൊരു തോന്നലുണ്ടാവാം. ഇപ്പൊ പുതിയ പ്രോജക്റ്റുകളൊക്കെ നമ്മുടെ അടുത്ത് ഇഷ്ടം പോലെ ഇപ്പിയും വരുന്നുണ്ട്. കാരണം അങ്ങനെയാണല്ലോ, ഇപ്പൊ ആ പ്രൊഡക്ഷൻ ഹൗസിൽ പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യും, കറക്റ്റ് ആയിട്ട് അത്. ഇപ്പൊ ചില പ്രോജക്റ്റുകളുണ്ട്, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ 10-250 സിനിമകൾ ഒരു വർഷം പ്ലാൻ ചെയ്യുന്നുണ്ട്, പലതും സിനിമകൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ അവിടെ കുറേ സിനിമകൾ ഇരുന്ന് പോകാറുണ്ട്, പിന്നെ വളരെ ലേറ്റ് ആയിട്ടാണ് അത് റിലീസ് ചെയ്യുന്നതൊക്കെ. പിന്നെ റിലീസ് ചെയ്താൽ തന്നെ ഒട്ടും അവർ മാർക്കറ്റ് ചെയ്യാറില്ല, അല്ലെങ്കിൽ ചിലവർ ആളുകൾ അറിയാതെയൊക്കെ പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു പുതിയ ഡയറക്ടർ 100% വിശ്വാസത്തോടെ അവൻ്റെ ഒരു സിനിമ, ഞാൻ എൻ്റെ സിനിമ നടക്കുന്ന സമയത്ത് ഫസ്റ്റ് സിനിമയ്ക്കൊക്കെ ഞാൻ ഉഴൂരുന്ന് 2-3 വണ്ടി ബസ്സിനൊക്കെ ആൾ ഇവിടെ വരുമായിരുന്നു പൂജയ്ക്ക്. പറഞ്ഞ അപ്പൊ നമ്മൾ അങ്ങനെ സിനിമയെ കണ്ട ഒരാളാണ്. പിന്നെ പോകെ ഇതിപ്പോ നമ്മുടെ ഒരു ബിസിനസിന്റെ പാർട്ട് കൂടെ ആയിട്ട് വന്നല്ലോ. എന്ന് പറഞ്ഞാൽ ഒരു സിനിമയുടെ ഡയറക്ടർ, റൈറ്റർ, അവരുടെയൊക്കെ ഒരു ഫസ്റ്റ് സിനിമ എന്ന് പറയുമ്പോൾ അവരുടെ ഒരു വലിയ പ്രതീക്ഷയാണ്. അപ്പോൾ അത് അതിന്റെ ഒരു ദ ബെസ്റ്റ് രീതിയിൽ വരിക എന്നുള്ളൊരു സംഭവം. ഇപ്പം ആമീറിന് ഈ സിനിമ അവന്റെ നെക്സ്റ്റ് ടേണിലേക്കുള്ള ഒരു കാര്യമാണ്. അപ്പം ഈ സിനിമ നല്ലതെന്ന് പറയുകയും ഏറ്റവും മോശമായിട്ടുള്ള തിയേറ്ററുകളിലോ അല്ല ഒരു പ്രോപ്പർ പബ്ലിസിറ്റി ഇല്ലാതെ ഇത് റിലീസ് ചെയ്തു ആരും അറിയാതെ സ്പെൻഡ് ചെയ്യാതെ പ്രൊഡ്യൂസർ ഒന്നും സ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സിനിമ വേണ്ടത്ര രീതിയിൽ ചിലപ്പോൾ ശ്രദ്ധിക്കാതെയും കൂടെ പോകും. ചിലപ്പോൾ ഇത് OTT-യിലും അല്ല സാറ്റലൈറ്റിലൊക്കെ വരുമ്പോഴായിരിക്കും പിന്നീട് ഇത് കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ആകുന്നതും ശ്രദ്ധിക്കുന്നതൊക്കെ. ശരിയാണ്. അപ്പം നമ്മളത് നല്ല ആയിട്ട് മാർക്കറ്റ് ചെയ്യുക, ഒരു സിനിമയ്ക്ക് വേണ്ട രീതിയിൽ അതിനെ അർഹിക്കുന്ന രീതിയിൽ മാക്സിമം. ഇപ്പം എനിക്കറിയാം ഇന്നത്തെ രീതിയിൽ ഫ്ലെക്സ് ബോർഡിനൊന്നും വലിയ പ്രാധാന്യമില്ല, ഓൺലൈനാണ് കൂടുതൽ. പക്ഷെ ഞാനെന്ന പ്രൊഡ്യൂസറുടെ പടത്തിൽ മിനിമം ഒരു 100 ഫ്ലെക്സ് ബോർഡ് കേരളത്തിൽ മിനിമം വലിയ ഫ്ലെക്സ് ബോർഡ് തന്നെ ഞാൻ വെക്കും. കാരണം എന്നോട് തന്നെ പറയും ഇത് വെക്കണ്ടെന്ന് പറയും. അല്ല, കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് നമ്മുടെ ഒരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ ആണ്. അവിടെ ഇവിടെ എല്ലാം പോകുമ്പോൾ നമ്മുടെ ഒരു പടം അവിടെ ഒരു മാസം അത് ഇരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷനോടെയാണ്. അറിയാതെ പോകരുത് ആളുകള് ഏത് സിനിമയാണ്, ED അതൊന്നും കണ്ടില്ല, എന്നിറങ്ങി, ഇത് ആരഭിനയിച്ചത്, ഇത് മാത്രം നമ്മളോട് ചോദിക്കരുതെന്നാണ് നമ്മുടെ ഒരു പേഴ്സണൽ ആണല്ലോ. കാണുമ്പോൾ പോവാണെങ്കിൽ നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മൾ മീഡിയ ചെക്ക് ചെയ്യുന്ന പോലെയല്ലോ, നമ്മളെ കണ്ട് രജിസ്റ്റർ ചെയ്യുള്ളൂ. പണ്ടത്തെ ഒരു ഫോർമാറ്റും ഇതാണല്ലോ. ലിസ്റ്റിന് ഇനി ഒരു 10-50 വർഷത്തേക്ക് തിരിഞ്ഞു നോക്കണ്ട. ഇതാണ് ഈ ജ്യോതിഷം കാരണമുണ്ട്. അത് വേറെ ഒന്നുമല്ല, ഇദ്ദേഹം ഒരു ഫിലിം സ്കൂൾ നടത്തുകയാണ്. എഡിറ്റിംഗ് തൊട്ട് തിരക്കഥ തൊട്ട് അതെ എല്ലാം പഠിപ്പിച്ചിട്ട് അവരെ കൊണ്ട് തന്നെ ഒരു സംഭവം നീ ഒന്ന് ചെയ്യടാ എന്ന് പറയാം. അത് ചെയ്തതിൽ ബെസ്റ്റ് അവന് തിരഞ്ഞെടുത്താൽ മാത്രം മതി. എന്നിട്ട് ഓക്കെ വാ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം, അതും കൂടെ ഉണ്ട് പിള്ളേർക്ക്. അവിടെ വരുന്നവർക്ക് ഇദ്ദേഹം തന്നെ പ്രൊഡ്യൂസിങ് കൂടെ ചെയ്യും. കുറച്ച് ജ്യോതിഷമൊക്കെ പഠിച്ച ആറ്റുകാൽ രാധാകൃഷ്ണന്റെ അടുത്തായിരുന്നു വീട്. എന്നിട്ട് ഞാൻ അതിൽ കുറച്ചൊക്കെ വിശ്വസിക്കുന്നു. മുൻകൂർ കംപ്ലീറ്റ് കണ്ട് ഇനിയിപ്പോ സ്വന്തമായിട്ട് TV ഇന്നലെ വേറെ ഒന്നും കൂടെ OTT അല്ല നമ്മുടെ എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഈ OTT ബിസിനസ്സുകളെല്ലാം ഭയങ്കരമായിട്ട് കുറഞ്ഞു വന്നിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മളൊക്കെ നേരത്തെ നമ്മളൊക്കെ മാക്സിമം സിനിമകളൊക്കെ വിറ്റിരുന്നു. ഇപ്പൊ പല സിനിമകളും ബിസിനസ് ആവുന്നില്ല. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഇതിന്റെ ഒരു ഇക്വേഷൻ കറക്റ്റ് അല്ല. ബഡ്ജറ്റ് ഭയങ്കര കൂടിയും കിടക്കുന്നു, ബിസിനസ് വളരെ കുറഞ്ഞും കിടക്കുന്നു. ആ ഒരു ഇക്വേഷനിലൂടെ ഇപ്പൊ പൊക്കോണ്ടിട്ടിരിക്കുന്നത്. അപ്പൊ അത് എല്ലാവർക്കും ഒന്ന് റിയലൈസ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ശകലം സമയം എടുക്കും. അപ്പൊ അതുകൊണ്ടിട്ട് ബിസിനസ്സുകൾ വേണ്ട രീതിയിൽ നടക്കുന്നില്ല. അപ്പൊ നല്ല പ്രോജക്റ്റ്, ഒരു പേരുള്ള പ്രോജക്റ്റ് പോലും ഇന്ന് ബിസിനസ് ആകുന്നതേ ഇല്ല. സെലക്റ്റഡ് ആയിട്ടുള്ള ഈ ലോട്ടറി അടിക്കുന്ന പോലെയുള്ള കേസാണ്.
ഇപ്പൊ ചില സിനിമകൾ മാത്രമാണ് എടുത്തു പോകുന്നത്. ഞാനത് ചോദിക്കാനും വരും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചത് നമുക്കിപ്പോൾ ഒരു 10 കൊച്ചു സിനിമകളെങ്കിലും OTT-യിൽ കൊണ്ടുവരാനായിട്ട് അങ്ങനത്തെ ഉള്ള പ്ലാറ്റ്ഫോം റെഡിയാക്കി കഴിഞ്ഞാൽ ആ 10 സിനിമകൾ അവിടെ സേഫ് ആകുമ്പോൾ അതർ ഒരു കോമ്പറ്റീഷൻ മൂഡിലേക്ക് അത് അറ്റ്ലീസ്റ്റ് വന്നുകൊണ്ടിട്ടിരിക്കും. ഞാനൊരു കോമ്പറ്റീറ്റർ അല്ല ഒരിക്കലും. നമ്മുടെ ആമസോണോ നെറ്റ്ഫ്ലിക്സോ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള പ്ലാറ്റ്ഫോമുകൾക്ക് നമ്മൾ ഒരിക്കലും കോമ്പറ്റീറ്റർ അല്ല. പക്ഷെ ഒരാൾ ഒരു പരിപാടി ചെയ്യുന്നു എന്ന് കാണുമ്പോൾ ആ സിനിമകൾ കിട്ടുന്നില്ല എന്ന് തോന്നുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു കോമ്പറ്റീഷൻ അവിടെ ക്രിയേറ്റ് ആവും. അപ്പോൾ അതിന് ചെറിയ രീതിയിലെങ്കിലും ഒരു സാധ്യത ഇട്ട് കൊടുക്കാനായിട്ട് പറ്റുക എന്നുള്ളതാണ്. അതെ, അത് ശരി. ഞാൻ ചോദിക്കാനിരിക്കുന്നത് ഇപ്പൊ അതായത് നല്ല സിനിമകൾ അല്ലെ സൂപ്പർ സ്റ്റാർ ഉള്ള സിനിമകൾ തന്നെ പലതും OTT-യിൽ റിലീസ് ആവുന്നില്ല. ഇപ്പൊ എന്റെ തന്നെ ഇപ്പൊ ഞാൻ ചോദിച്ചത് നമ്മളിപ്പോ ഒരു ബോസ് ആൻഡ് ഗോ എന്ന് പറയുന്ന സിനിമ നമുക്ക് 10-20 കോടി രൂപ മേളിൽ മുടക്കുമല്ലുള്ള സിനിമയാണ്. ആക്ച്വലി ആ സിനിമയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തപ്പോ ഒരു ഇത്ര രൂപയ്ക്ക് ഈവൻ പോകാവുന്ന ഒരു സിനിമയായിരുന്നു. അത് പല കാരണങ്ങൾ കൊണ്ടിട്ട് വിറ്റില്ല. പക്ഷെ അതുപോലും പോയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം അങ്ങനത്തെ ഉള്ള പല സിനിമകളും ഇവിടെ നിങ്ങൾക്കറിയാം വിൽക്കാതെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഇന്നുള്ള പല സ്റ്റാറുകളുടെ സിനിമകളും OTT പ്ലാറ്റ്ഫോമുകളിൽ പോകുന്നത് പേപ്പർ വ്യൂവിനാണ്. പെർ വ്യൂവിന് കിട്ടുവാണ് റിട്ടേൺ. അപ്പം അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു സൂപ്പർ സ്റ്റാറിന്റെ സിനിമ അല്ലെ ഒരു മെയിൻ ആർട്ടിസ്റ്റിന്റെ സിനിമ 10 കോടി രൂപ 8 കോടി രൂപ 5 കോടി രൂപ ഇങ്ങനത്തെ ഒരു ഇതിലായിരുന്നു ഇക്വേഷനിലാണ് പൊക്കോണ്ടിട്ടിരുന്നത്. ഇപ്പൊ അതില്ല. അപ്പൊ ആർക്കും ആരുടെ പടത്തിന് ഇപ്പോൾ ഒരു ന്യൂ ആർട്ടിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു മെയിൻ ആർട്ടിസ്റ്റിൻ്റെ സിനിമകൾക്ക് തമ്മിൽ ഇത് എത്ര രൂപ ബിസിനസ് നടക്കും എന്ന് പറയാനായിട്ട് ഒരു പ്രൊഡ്യൂസർക്കും പറ്റത്തില്ല. ഇപ്പോൾ ആ അവസ്ഥയിലൂടെയാണ് സിനിമ പൊക്കോണ്ടിട്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇന്ന് റീസെൻ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള പ്രേമലു, മഞ്ഞുമൽ ബോയ്സ്, ARM, അങ്ങനെ ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങി സൂക്ഷ്മദർശിനി, എല്ലാ സിനിമകളും ആഫ്റ്റർ റിലീസാണ് നടന്നിരിക്കുന്നത്. എല്ലാ സിനിമകളും ഇപ്പൊ ബോഗൈൻ വില്ല എല്ലാ സിനിമകളും എടുത്തോട്ടെ എല്ലാം ആഫ്റ്റർ റിലീസാണ് എഗ്രിമെന്റ് എന്ന് പറയുന്ന. ഇപ്പൊ ഈ കൂടെ ഇറങ്ങുന്ന പല സിനിമകളും ക്രിസ്മസിന് ഇറങ്ങുന്ന സിനിമകൾ പോലും പേപ്പറിൽ സൈൻ ആയിട്ടില്ല. ഇത് നോക്കി അവർക്ക് ഓപ്ഷൻസ് ഉണ്ട്. അല്ല അത് പോയിന്റ് ആണ്. അല്ല അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്, ഈ ആർട്ടിസ്റ്റുകളെല്ലാം ഇത്രയും ബിസിനസ്സുകൾ നടന്നു കഴിഞ്ഞപ്പം അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് പ്രൊഡ്യൂസർക്ക് അത്രയും കിട്ടുന്നുണ്ടായിരുന്നു. കിട്ടിയപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ റേറ്റ് ഇങ്ങനെ പോയി. അപ്പൊ ഇത്രയും കിട്ടുന്നുണ്ടല്ലോ അവരിങ്ങനെയാക്കി. ഇപ്പം അവരവിടെ ആ പൊസിഷനിൽ നിൽക്കുക. അപ്പം ബിസിനസ് എല്ലാം നടക്കാത്ത സിറ്റുവേഷനിലേക്ക് വന്നത് കൊണ്ടിട്ട് ഇതിന്റെ ഇക്വേഷൻ കറക്റ്റ് ആയിട്ടേ ഇല്ല. ഡിമാൻഡ് വെക്കുന്നതും അല്ലെങ്കിൽ ഇപ്പൊ നോക്കിയോ ഹിന്ദിയിലായിക്കോട്ടെ തെലുങ്കിലായിക്കോട്ടെ തമിഴിലായിക്കോട്ടെ എല്ലാ ബിസിനസ്സുകളും നടക്കുന്നേ ഇല്ല. ഇപ്പൊ പല സൂപ്പർ സ്റ്റാർ അതർ ലാംഗ്വേജ് ഉള്ള കേട്ടോ എനിക്ക് അറിയാവുന്നതുകൊണ്ടിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പ്രീവിയസ് ബിസിനസ് നടന്നത് ബേസ് ചെയ്തിട്ടാണ് പലതും പ്ലാൻ ചെയ്തത്. അപ്പം നടക്കുന്നതേ ഇല്ല ബിസിനസ്. അപ്പം അതാണ് ഒരു ചെറിയ സ്ലോ. ഇപ്പം നമ്മുടെ പ്രൊഡ്യൂസർ അസോസിയേഷനിലൊക്കെ ഞാൻ അതിൻ്റെ ട്രഷററാണ്. അപ്പം മാസം മീറ്റിങ്ങിന് പുതിയ ആപ്ലിക്കേഷൻ വരുമ്പോൾ നേരത്തെയൊക്കെ പുതിയ പടങ്ങളുടെ 10, 30, 35 എണ്ണം ഇങ്ങനെ വരുമായിരുന്നു. ഇപ്പം നോക്കുമ്പോൾ ഇപ്പം നമുക്ക് 5 പ്രൊഡക്ഷൻ 6 പ്രൊഡക്ഷനാണ് മാക്സിമം വരുന്നത്. അതിൽ പോലും ഇപ്പൊ നമുക്കിപ്പോ ഒരു പ്രോജക്റ്റ് നോക്കുമ്പോൾ അതിന്റെ ഒരു അട്രാക്ഷൻ ഉള്ളത് അല്ല, അട്രാക്ഷൻ ഉള്ള പ്രോജക്റ്റ് പോലും അതിൽ ഇല്ല എന്നുള്ള ഒരു വാസ്തവമാണ് ഇപ്പൊ. അതാണ് ഒരു ട്രൂത്ത്, ഒരു സാഡ് ട്രൂത്ത് എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും. ഇപ്പൊ അതുകൊണ്ടിട്ട് ഇനി വരുന്ന കണ്ടന്റുകൾ ഞാൻ വിശ്വസിക്കുന്നത് അതാണ്. ഇനി വരുന്ന സിനിമകൾ നല്ലതാവാനായിട്ടാണ് കൂടുതൽ സാധ്യത. ഇപ്പൊ ഈ 10% എന്ന് പറയുന്ന റേഷ്യോ ഉണ്ടായിരുന്നു, സക്സസ് റേഷ്യോ, അത് കൂടി വരും ഇനി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് എല്ലാവരോടും ഒന്ന് ഡിസ്കസ് ചെയ്ത് എന്താണ് നിന്റെ അഭിപ്രായം, എന്താണ് അവന്റെ അഭിപ്രായം, ഇതൊക്കെ ഒന്ന് കേട്ടിട്ട് കൂടുതലൊന്ന് ഫോക്കസ് ചെയ്യും. സ്ക്രിപ്റ്റിലൊക്കെ ആയിക്കോട്ടെ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട്. കാരണം ഇതൊരു 100% റിസ്കിലേക്ക് വരുമ്പോൾ ആ പ്രോഡക്റ്റിൽ കൂടുതൽ പ്രോജക്റ്റിനേക്കാൾ പ്രോഡക്റ്റിൽ കൂടുതൽ ഗംഭീരമാക്കാൻ മാക്സിമം ട്രൈ ചെയ്യും. തീർച്ചയായിട്ടും നല്ല കാര്യമുള്ളൂ. കോമ്പറ്റീഷനും ഉണ്ടല്ലോ. തിയേറ്ററിൽ ആൾക്കാർ വരിക, തിയേറ്ററിൽ വന്ന് പടം വിജയിപ്പിക്കുക. ഇപ്പൊ കഴിഞ്ഞ നമ്മുടെ ഫെബ്രുവരിയിൽ തന്നെ നോക്കിക്കോ എത്ര ഹിറ്റുകളാണ്. ഭ്രമയുഗം, അന്വേഷിപ്പും കണ്ടെത്തും, പ്രേമലു, മഞ്ഞുമൽ ബോയ്സ് എല്ലാം ഒരേ മാസം സംഭവിച്ച ഹിറ്റുകളാണ്. അപ്പൊ തുടരെ മാക്സിമം ഹിറ്റുകൾ വന്നുകൊണ്ടിട്ടിരിക്കുകയാണ്. അപ്പൊ പ്രോജക്റ്റിലും ഇപ്പൊ നേരത്തെ ഇപ്പൊ നമ്മൾ പോയി ഇപ്പൊ ഒരു നല്ല ഡയറക്ടർ റൈറ്ററോട് ഇപ്പൊ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പോലും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടന്റിലേ ഉള്ളൂ വിശ്വസിക്കുന്നുള്ളൂ. അപ്പൊ അങ്ങനെ വരുന്നത് കൊണ്ടിട്ട് മാക്സിമം എല്ലാവരും കണ്ടന്റിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ട് തുടങ്ങി ശ്രമിക്കും. എന്തായാലും എക്സ്ട്രാ ഡീസന്റ് ഇതിന്റെ മ്യൂസിക് സോങ്സ് എല്ലാം വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. കാരണം ആക്ച്വലി ഇതിൽ ഇത്രയും സോങ്സ് ഇല്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവര് ഡയറക്ടറും ഇതിന്റെ അങ്കിതോടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് സിറ്റുവേഷൻസ് 2-3 സോങ്സ് ഇതിന്റെ അകത്ത് ആഡ് ഓൺ ആയി. 4 പാട്ട് ഫുൾ ലെങ്ത് പാട്ടുണ്ട്, 2 എണ്ണം ചെറിയ ബീറ്റ് സോങ് ആണ്. പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് എനിക്ക് കേൾക്കാനായിട്ട്. എനിക്ക് ഭയങ്കര
പക്ഷെ അത് ഇദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടുകൊണ്ടാണെന്ന് തോന്നുന്നു. അങ്ങ് നമ്മൾ വിചാരിച്ച ലെവലിലേക്ക് അങ്ങ് എത്തിയില്ല. അല്ലെങ്കിൽ പേരെന്തോ ആമിറ തിരുമാലിയുടെ ഒരു വൻ വൈബ് പാട്ട് ഇതിനകത്തുണ്ട്. അല്ല ചേട്ടാ, എനിക്ക് ഇതിന്റെ അകത്ത് പാട്ടുകളെല്ലാം എനിക്ക് ഒരു ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ആ തീർച്ചയായിട്ടും ഇതിന്റെ മച്ചുമേലെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നല്ല മ്യൂസിക്. അതുപോലെ തന്നെ വിജയലക്ഷ്മി ചേച്ചി പാടിയ എപ്പിൻ പാട്ടുണ്ട്, അതെല്ലാം ഭയങ്കര രസമുണ്ട്. പിന്നെ സൈക്കോടെ ഒരു സോങ് ഉണ്ട്. അപ്പൊ എന്തായാലും ലാസ്റ്റ് ഫൈനലി ഞാൻ പറയുന്നു, ക്രിസ്മസിന്റെ കപ്പ് നിങ്ങൾ എല്ലാവരും പിടിച്ചു നിൽക്കട്ടെ. ഓക്കെ, താങ്ക് യു.